ഹലോ, അസ്സാം വലൈക്കും. അലിഡിയിലെ ഫുഡ് ട്രാക്കിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മഷ്റൂം ചിക്കൻ ഗ്രേവിയാണ്. ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ 250 ഗ്രാം മഷ്റൂമാണ് എടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കിയതിനു ശേഷം സ്ലൈസായിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായ ചേരുവകൾ എന്തെല്ലാം നോക്കാം. ഞാനിവിടെ 2 ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. ഇത് പേസ്റ്റ് ആക്കാൻ വേണ്ടി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 4 പച്ചമുളക്, 6 വെളുത്തുള്ളിയുടെ അല്ലി, 2 പീസ് ഇഞ്ചി, പിന്നെ നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച സവാളയും കൂടി ചേർത്ത് നന്നായി പേസ്റ്റ് ആക്കാം. ഇനി ചിക്കൻ പൊരിക്കാനായി ഗ്യാസ് കത്തിച്ച് പാൻ ചൂടാക്കാൻ വെക്കാം. പാൻ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഓയിൽ ഒഴിക്കാം. ഞാനിവിടെ ഓൾറെഡി ചിക്കൻ മസാല തേച്ച് വെച്ചിട്ടുണ്ട്. സാധാരണയായി ചിക്കൻ പൊരിക്കുന്ന മസാല തന്നെ ഞാൻ ഇതിൽ ചേർത്തിട്ടുള്ളൂ. ചൂടായ ഓയിലിലേക്ക് ചിക്കൻ ഓരോ പീസ് ഇട്ട് മീഡിയം ഫ്ലെയിമിൽ പൊരിക്കാം. ചിക്കൻ്റെ ഒരു ഭാഗം നന്നായി വെന്ത് കഴിഞ്ഞാൽ മറ്റേ ഭാഗം കൂടി മറിച്ചിടാം. ഇപ്പോൾ നമ്മുടെ ചിക്കൻ നന്നായി കുക്കായി വന്നിട്ടുണ്ട്. ഇതൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഇനി കടായി പാത്രത്തിലോട്ട് നേരത്തെ പൊരിച്ചു വെച്ച ചിക്കൻ്റെ ഓയിൽ ചേർക്കാം. ഇതിലേക്ക് കട്ട് ചെയ്തു വെച്ച മഷ്റൂം ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കാം. മഷ്റൂം നന്നായി വെന്ത് വരുമ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ഇട്ട് കൊടുത്ത് നന്നായി യോജിപ്പിക്കാം. ഇതിലേക്ക് ഓൾറെഡി നമ്മൾ അരച്ചു വെച്ച പേസ്റ്റ് ചേർത്ത് വീണ്ടും നന്നായി ഇളക്കി യോജിപ്പിക്കാം. അരച്ചു വെച്ച മസാല ഒന്ന് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റാം. വെന്ത് വന്ന മസാലയിലോട്ട് വറുത്ത് വെച്ച ചിക്കൻ ചേർത്ത് കുറച്ച് കറിവേപ്പിലയും ഇട്ട് വീണ്ടും നല്ലോണം വഴറ്റിയെടുക്കാം. തീ ഒന്ന് ഓഫാക്കിയതിന് ശേഷം നമുക്ക് മഷ്റൂം ചിക്കൻ ഒരു പാത്രത്തിലോട്ട് സെർവ് ചെയ്യാം. നിങ്ങൾക്ക് ഇത് ദോശൻ്റെ കൂടെയോ പൊറോട്ടയുടെ കൂടെയോ ഒക്കെ സെർവ് ചെയ്യാം. ഇന്നത്തെ ഞങ്ങളുടെ റെസിപ്പീസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. പുതിയ നല്ല റെസിപ്പീസുമായി വീണ്ടും വരുന്നത് വരേക്കും ബൈ.